പിൻട്രസ്റ്റ് കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയി വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്ത ഒരു വർക്കാണിത്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നല്ല രീതിയിൽ പാളിപ്പോയി ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുന്നതിലൊക്കെ. പിന്നീട് അതെല്ലാം കീറിക്കളഞ്ഞിട്ട് രണ്ടാമത് ഒരിക്കൽ കൂടി ചെയ്തെടുക്കുന്ന വർക്കാണിത്. അപ്പോൾ നമ്മളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു ബ്രൗൺ കവർ കിട്ടത്തില്ലേ, അപ്പം അതാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം അതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത ശേഷം ഈ കാണുന്ന അളവിൽ ഒന്ന് വരയ്ക്കുക. അപ്പോൾ ഈ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാർഡ് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം നല്ല രീതിയിൽ ദേഷ്യം വന്നു. കാരണം ഇതിൻ്റെ അളവും കാര്യങ്ങളും വരച്ചൊക്കെ എടുത്തപ്പോഴത്തേക്ക് തെറ്റിപ്പോയി. പിന്നീട് ഇപ്പോൾ വരച്ചപ്പോഴത്തേക്കും തെറ്റിപ്പോയി. അതെല്ലാം ഞാൻ ഇങ്ങനെ ഇച്ചിരി കൂടെ ബോർഡിൽ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ 17 സെൻറ്റിമീറ്ററിലാണ് കേട്ടോ അളന്ന് എടുക്കേണ്ടത്. എന്നിട്ട് എൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വരച്ചെങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇത് ഇങ്ങനെയൊന്ന് വരച്ച് എടുക്കുന്ന പാടേയുള്ളൂ. റിസൾട്ട് അമേസിങ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ മടക്കി എടുക്കുക. അപ്പോൾ ഈ കാണുന്ന ഈ കട്ട് ചെയ്യുന്നില്ലേ, അത് 1 സെൻറ്റിമീറ്റർ വീതമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് 12 സെൻറ്റിമീറ്ററിന് ശേഷം നമ്മൾ ഈ കാണുന്ന കട്ടില്ലേ അതുവരെ 3.5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്തതിനെല്ലാം ഇതിനകത്തോട്ട് ഇങ്ങനെ മടക്കി കയറ്റിയ ശേഷം ഞാനിപ്പോൾ ഒരു തെറ്റ് പറഞ്ഞു തരാം. അപ്പോൾ ഈ പോർഷനില്ലേ അത് നമുക്ക് വേണ്ട കേട്ടോ. ആ ഒരു പോർഷൻ നമുക്ക് ഞാൻ എക്സ്ട്രാ വരച്ചതാണ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണ്ട. പിന്നീട് നമ്മുടെ പെന്നൈഫോ അല്ലെങ്കിൽ ബ്ലേഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 12 സെൻറ്റിമീറ്റർ ലെങ്ത്തും 7 സെൻറ്റിമീറ്റർ അതിൻ്റെ ബർത്തും ആണ്. അപ്പോൾ ഈ രീതിക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം. നമുക്ക് ഈ ഒരു പോർഷനിൽ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒറ്റ ലെയർ ഒട്ടിക്കാൻ പാടുള്ളൂ. 2 ലെയറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കത്തി നശിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു ഫയർ കാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ ഇവിടെ അല്ല കേട്ടോ ഒട്ടിക്കേണ്ടത്, തിരിച്ചാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഒട്ടിക്കേണ്ടത്. നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങുന്ന കവറിലാണല്ലോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മറയ്ക്കാനായിട്ട് ഇത് അകത്തെ പോർഷനിൽ വരുന്ന കണക്കായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ റബ്ബർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻസിൽ വെച്ച് വരച്ച് വയ്ക്കുന്നതൊക്കെ ഒന്ന് മായ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഒട്ടിച്ച ആ ഒരു പോർഷനാണ് നമ്മൾ കത്തിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കോഡ്സ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഡ്സ് എഴുതി കൊടുക്കുക. അപ്പോൾ വാലന്റൈൻസ് ഡേ തീം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഡ്സ് എഴുതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ വിഷസോ അല്ലെങ്കിൽ ആനിവേഴ്സറിയുടേതോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോഡ്സ് എഴുതുക. അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 4 സൈഡിലും ഗ്ലൂ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരൊറ്റ ലെയർ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒറ്റ ലെയർ തന്നെ ധാരാളമാണ്. നമ്മളിപ്പോൾ 2 ലെയർ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഇങ്ങനെ കത്തി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു ഫയർ കാർഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റബ്ബർ ഉള്ളവർ റബ്ബർ വെച്ച് ഇറേസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ റബ്ബർ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിലെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ മിക്കവാറും വാങ്ങിച്ചിരുന്ന റബ്ബറൊക്കെ കൊണ്ട് കളയുമായിരുന്നു. അപ്പോൾ അമ്മ ചെയ്യുന്ന ഒരു പരിപാടി കണ്ട് നീ ഇനി റബ്ബർ യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾക്ക് മേടിക്കുന്ന ഈ റബ്ബർ ബാൻഡില്ലേ അതിനെ പെൻസിലിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചുറ്റിത്തരും. എന്നിട്ട് പറയും അത് വെച്ച് മാച്ചോളാൻ പറയും. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് ഇവിടെ ഞാൻ ഫോളോ ചെയ്തു. പക്ഷേ എനിക്ക് നന്നായിട്ട് മായ്ക്കാൻ പറ്റാത്തത് കൊണ്ട്, അതുമല്ല അത് മെനക്കെട്ട പണി ആയതുകൊണ്ട് ഞാൻ അതങ്ങ് ഉപേക്ഷിച്ചിട്ട് ആ പോർഷൻ ഫുള്ള് ബ്ലാക്ക് കളർ കൊണ്ട് ഫുള്ള് കവർ ചെയ്തെടുത്തു. അപ്പോൾ എന്നിട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ മടക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ മടക്കിയെടുത്ത ആ പോർഷനില്ലേ ആ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ അധികം പാടെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കാതെ മടിച്ച് മാറ്റി വെച്ചിരുന്ന ഒരു കാർഡാണ്. അപ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചിരുന്നിട്ട് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നത്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കാണ്
നമ്മൾ ഉണ്ടാക്കി സമയം കളഞ്ഞതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളി കാർഡാണിത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറില്ലേ, നമ്മൾ ടിഷ്യൂ പേപ്പർ പൊട്ടിച്ചില്ലേ, അതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത ആ പോർഷനിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ആ പോർഷൻ നമുക്ക് ഈ ഡബിൾ സൈഡ് ടേപ്പില്ലേ അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാം. അപ്പം എങ്ങനെയാണോ ചെയ്യുന്നത്, അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കാർഡിൻ്റെ പണി ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മളെ ചാനലിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് വീഡിയോസേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. കാർഡിന് കുറച്ചുകൂടെ ഒരു ഭംഗി വരുത്താനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. നല്ല നല്ല ഫ്ലവേഴ്സോ അതെന്തെങ്കിലും വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ മാച്ച് ബോക്സിൻ്റെ ഒരു പീസിൽ അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ തീപ്പെട്ടിക്കൊള്ളി വെച്ച് വരയ്ക്കുന്ന ആ പോർഷൻ കട്ട് ചെയ്ത് ഉരച്ചു കൊടുത്തു. എന്നിട്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി ഇങ്ങനെ വച്ച ശേഷം ഒരു ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഇത് കത്തി എരിഞ്ഞ് പണ്ടാരടങ്ങി പോകുമെന്ന്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ അതിനെയാണ് കുറച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ 4 സൈഡിലായിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ സമയം കളയേണ്ട, ഇനി ഇതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ തീപ്പെട്ടി കൊള്ളി എടുത്തു, ഇതിലോട്ടൊന്ന് ഒരസി തീപ്പെട്ടി കത്തിക്കാനായിട്ട് പോവാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് കത്തിയില്ല കേട്ടോ. പിന്നീട് 3ാമത്തെ ട്രൈയിലാണ് തീപ്പെട്ടി കൊള്ളി ഒന്ന് കത്തിയത്. അപ്പോൾ ഇതൊന്ന് ഇനി കത്തിച്ചു വെക്കാം. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കിത് ഉറപ്പായിട്ട് ഈ വെറൈറ്റി കാർഡ് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.